പ്രിയപ്പെട്ടവരെ, എല്ലാം ആകാൻ വൈകി. ചിക്കൻ കറിയും രാവിലത്തെ ഒരു മുട്ട ഹസ്ബൻഡ് തിന്നില്ല, അതും നെയ്ച്ചോറെന്ന് പറഞ്ഞുകൂടാ, ഒരു പുലാവ് പോലെ ക്യാരറ്റെല്ലാം ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അറിയോ, കാഞ്ഞങ്ങാട് ഷോപ്പ് ഉണ്ടാകുമ്പോൾ അപ്പോഴൊരു കാഞ്ഞങ്ങാട് ഷോപ്പ് നിങ്ങൾ കേട്ടിട്ട് മടുത്തിട്ടുണ്ടാവും. ആടാ ഒരു മെട്രോ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ആ ഹോട്ടലിൽ നിന്ന് ഞാൻ എപ്പം ഷോപ്പിൽ നിന്ന് വൈകി വരുമ്പോൾ ആടുന്ന് മാത്രം എനിക്ക് ചിക്കൻ വറുത്തരച്ച ചിക്കൻ കറിയും പൊറോട്ടയും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മേടിക്കലാണ് പാർസലായിട്ട്. കഴിക്കില്ല. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് എല്ലാം അറിയുന്നവരല്ലേ, സംസാരിച്ചിട്ട് നിന്നിട്ട് ഞാൻ പൈസയും കൊടുക്കാതെ വന്നത് മറന്നുപോയി. അയ്യോ, എന്തോ അറിയുന്നവരായതുകൊണ്ട് വയ്യത്തി പിടിച്ചിട്ടില്ല, കാരണം അവർക്ക് അറിയാമൊക്കെ മറന്നതായിരിക്കും. എന്നിട്ട് ഫോൺ നമ്പറും ഇല്ല ഒന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം വന്നിട്ട് എനിക്ക് തോന്നി എന്തൊരു നാണക്കേടുന്നു. പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ വേഗം പൈസ കൊടുക്കുമ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ വേറെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് മറന്നു എന്ന് എനിക്ക് അറിഞ്ഞിനെയാണ്. അങ്ങനെ എപ്പോഴും ഇല്ലേ, ചിക്കൻ കറിയും വറുത്തരച്ച ചിക്കൻ കറി അല്ല, വേറൊരു ടൈപ്പ് ചിക്കൻ കറി ഞാൻ വെച്ചേ, ഭയങ്കര ടേസ്റ്റിയാണ്. വറുത്തരച്ച ചിക്കൻ കറി നെയ്ച്ചോറും വെച്ചേ. മറ്റേ കറിയിൽ വെക്കുമ്പോൾ കുറേ പണിയില്ലേ, ഇതിനൊന്നും പണിയില്ലല്ലോ, അങ്ങനെ ഇതാക്കുന്നത്. അപ്പോൾ എനിക്കത് ഓർമ്മയായിരുന്നു. ഞാൻ പൈസ കൊടുക്കും, ഞാൻ കുറേ നിൽക്കുന്ന അങ്ങനെ ആയിന്. മുല്ലപ്പൂവൊന്നും ചൂടലില്ല, എന്തിനോ വേണ്ടിയിട്ട് ഞാൻ എന്തോ പൂ മേടിച്ചിട്ട് പൈസ കൊടുക്കാതെ വന്നിന്. ഇങ്ങനെ എന്തെല്ലോ സംഭവിക്കലുണ്ട്. അതെല്ലാം വിചാരിക്കുമ്പോൾ എനിക്കിപ്പോൾ എന്താ പറയണ്ടേ, അറിയുന്നവരായതുകൊണ്ട് പ്രശ്നം, അറിയാത്തവരെങ്കിൽ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിട്ട് മറന്നിട്ട് അറിയാതെ പോകുന്നത്. സംസാരിക്കും, വേറെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക, അത് മറക്കും. ഞാൻ കറിയെല്ലാം റെഡിയായി, ഞാൻ വേഗം കഴിക്കട്ടെ. ഇത് നടുവിൽ ഇങ്ങനെ വെക്കണം, പാത്രത്തിൽ വിളമ്പിയിട്ട്. ഇപ്പോൾ ഒന്നിച്ച് പിടിക്കാനും പറ്റുന്നില്ല, ഒരു കയ്യിൽ മൊബൈലുണ്ട്, ഇത് വെക്കണം. വിളമ്പുമ്പോൾ നടക്കില്ല, വിളമ്പിയിട്ട് ഫോട്ടോ ഇടാം. ഇങ്ങനെ കഴിച്ചോ.